ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് മോഹൻലാൽ ചിത്രം നേരിൻ്റെ കുതിപ്പ്. റിലീസ് ദിനമായ വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് 3.04 കോടി നേടിയിരുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും മികച്ച കളക്ഷൻ ക്രിസ്മസ് ദിനത്തിലായിരുന്നു. 4.05 കോടിയാണ് ചിത്രം അന്ന് കേരളത്തിൽ നിന്ന് നേടിയത്. 22.37 കോടിയാണ് കേരളത്തിൽ നിന്ന് 7 ദിവസം കൊണ്ട് നേര് സ്വന്തമാക്കിയിരിക്കുന്നത്. റെക്കോർഡുകൾ പലതും തകരുമെന്നും മോഹൻലാൽ സിനിമയുടെ ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മോഹൻലാലിന് കുറേ കാലത്തിന് ശേഷമാണ് ഇത്തരം ഒരു വമ്പൻ ഹിറ്റ് ലഭിക്കുന്നത്. തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ട മോഹൻലാലിൻ്റെ തിരിച്ചുവരവായി മാറിയിരിക്കുകയാണ് നേര് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കുടുംബ പ്രേക്ഷകർ നേരിനെ ഏറ്റെടുത്തുവെന്നാണ് മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബോക്സ് ഓഫീസിൽ വീണ്ടും മോഹൻലാൽ തൻ്റെ ഇരിപ്പിടം നേരിലൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു നടൻ എന്ന നിലയിലും മോഹൻലാലിന് ചിത്രം നിർണായകമായിരുന്നു. നേരിൽ മോഹൻലാൽ നടത്തിയ പ്രകടനം താരത്തിൻ്റെ ആരാധകരുടെ പ്രശംസ നേടിയിരിക്കുകയാണ്. താരഭാരമില്ലാതെ നടനായി മോഹൻലാൽ ഒരു കഥാപാത്രത്തെ മികവുറ്റതായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് നേരിലെ വക്കീലായ വിജയ് മോഹനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം. അത്രത്തോളം സ്വാഭാവികതയോടെയാണ് മോഹൻലാൽ ചിത്രത്തിലെ കഥാപാത്രമായ വിജയ് മോഹനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സംവിധായകൻ ചിത്തു ജോസഫിൻ്റെ ഒരു സിനിമയിൽ മോഹൻലാൽ നായകനായി എത്തുമ്പോഴുള്ള പ്രതീക്ഷകൾ ശരിവെക്കുന്നതാണ് നേരിൻ്റെ വിജയം. അതേസമയം ചിത്രം 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുന്നു. നേര് ആഗോളതലത്തിൽ ആകെ 50 കോടി ക്ലബ്ബിൽ എത്തിയതായി മോഹൻലാൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ഇതുവരെ മലയാളത്തിൽ നിന്നുള്ള 50 കോടി ക്ലബ്ബുകളിൽ നടൻ മോഹൻലാൽ 2 റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. മലയാളത്തിൽ കൂടുതൽ 50 കോടി ചിത്രങ്ങൾ എന്ന റെക്കോർഡാണ് നേരും ആ നേട്ടത്തിലെത്തിയതോടെ മോഹൻലാൽ സ്വന്തമാക്കിയത്. ഇതിനു മുമ്പ് ലൂസിഫറാണ് 50 കോടി ക്ലബ്ബിലെത്തിയത്. ലൂസിഫർ ആഗോളതലത്തിലാകെ 100 കോടി രൂപയിൽ അധികം നേടിയിരുന്നു. മോഹൻലാൽ നായകനായ ഒടിയനും 50 കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു. മോഹൻലാൽ നായകനായ പുലിമുരുകനും 50 കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു. മലയാളത്തിൽ നിന്ന് 100 കോടി ആദ്യമായി നേടിയതും മോഹൻലാൽ നായകനായ പുലിമുരുകനാണ് എന്ന പ്രത്യേകതയുമുണ്ട്. മോഹൻലാൽ നായകനായ ഒപ്പവും 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. മോഹൻലാലിൻ്റെ ദൃശ്യമാണ് 50 കോടി ആദ്യമായി മലയാളത്തിൽ നിന്ന് തികച്ചത്. ലൂസിഫർ വെറും 4 ദിവസത്തെ കളക്ഷൻ കൊണ്ടാണ് സുവർണ്ണ നേട്ടത്തിലെത്തിയത്. എന്തായാലും നേരിലൂടെ മോഹൻലാൽ വമ്പൻ തിരിച്ചുവരവ് നടത്തി എന്നതും പ്രധാനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.